ചില സെറ്റിങ്സുകൾ നമ്മൾ വാട്സപ്പിലായി കഴിഞ്ഞാലും ഇൻസ്റ്റഗ്രാമിലായി കഴിഞ്ഞാലും നമ്മൾ അറിയാതെ ചെയ്തു വെക്കുന്ന ചെറിയൊരു മിസ്റ്റേക്കുകൾ നമുക്ക് ഒരുപാട് നഷ്ടം വരുത്താറുണ്ട്. അതിന് ഏത് പ്ലാറ്റ്ഫോം ആയി കഴിഞ്ഞാലും നമ്മൾ ഈ ഒരു സെറ്റിങ്സ് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരാറുണ്ട്. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ ചാറ്റുകളൊക്കെയാണ്. അപ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ചാറ്റുകൾ നമ്മുടെ ഫോണിൽ ഉണ്ടായിരിക്കും. ഇതൊക്കെ നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടി ഈ ഒരു സിമ്പിൾ സെറ്റിങ്സ് നമ്മുടെ ഫോണിൽ നമ്മൾ ഓൺ ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരാറുണ്ട്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, നഷ്ടപ്പെട്ടു പോയി ഇനി എന്താണ് ചെയ്യുക, ഈ ഒരു മെസ്സേജുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. ഇത് ഫോണിൽ നിർബന്ധമായിട്ടും നിങ്ങളുടെ വാട്സപ്പിൽ ചെയ്തു വെക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് സെറ്റിങ്സ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ വളരെ യൂസ്ഫുൾ ആണ്, ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്താണ് സെറ്റിങ്സ് എന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മളെ വാട്സപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാം. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ സെറ്റിങ്സ് ആണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാറ്റ്സ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഈ ചാറ്റ്സ് എന്നത് ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാക്കപ്പ്, ചാറ്റ് ബാക്കപ്പ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതെല്ലാവരും ഫോണിൽ ചെയ്തു വെക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ചാറ്റ് ബാക്കപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും. ഈ ഗൂഗിൾ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഒന്നിൽ കൂടുതൽ ജിമെയിൽ അക്കൗണ്ടുകൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ID ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോണിൽ ഉപയോഗിക്കുന്ന ഒരു ജിമെയിൽ ID കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഏതെങ്കിലും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ വളരെ പേഴ്സണലായിട്ട് ഉപയോഗിക്കുന്ന, സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ഇമെയിൽ IDയും പാസ്വേഡൊക്കെ അറിയുന്ന ഒരു മെയിൽ ID നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഫ്രീക്വൻസി എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഫ്രീക്വൻസി എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കും. ഡെയിലി, വീക്ക്ലി, മന്ത്ലി എന്നൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്ത് വെക്കേണ്ടത് ഡെയിലി എന്നുള്ളത് സെലക്ട് ചെയ്ത് വെക്കുക. ഡെയിലി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാറ്റുകൾ ഡെയിലി തന്നെ നമ്മുടെ മെയിലിലോട്ട് ബാക്കപ്പ് ആവുന്ന രീതിയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. അതിന് നിങ്ങൾ ഡെയിലി എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ താഴെ ആയിക്കൊണ്ട് ഇൻക്ലൂഡ് വീഡിയോസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോസുകൾ, നമ്മുടെ വാട്സപ്പിൽ വരുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് ആവശ്യമാണ് എങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് എന്നുള്ളത് ഓൺ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോസ് ഒന്നും വേണ്ട എങ്കിൽ ഇത് നിങ്ങൾക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് താഴെ ആയിക്കൊണ്ട് ബാക്കപ്പ് യൂസിങ് സെല്ലുലാർ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ ഈ ഒരു ബാക്കപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ഫോണിലെ ഇൻ്റർനെറ്റ് തന്നെയാണോ എന്നാണ് ചോദിക്കുന്നത്. ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ ബാക്കപ്പ് സെല്ലുലാർ എന്നുള്ളത് ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോണിലെ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതിനാണ്. അപ്പോൾ നിങ്ങളിത് ഓൺ ചെയ്ത് കൊടുക്കുക. വീട്ടിൽ വൈഫൈ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ വൈഫൈ വഴിയും നമുക്ക് ഇതുപോലെ തന്നെ ബാക്കപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. മന്ത്ലി ബാക്കപ്പ് ചെയ്യുന്നതിലും വളരെ ഉപകാരമാണ് നമുക്ക് ഈ ഡെയിലി ബാക്കപ്പ്. അതായത് നമ്മളെ വിലപ്പെട്ട ചാറ്റുകളൊക്കെ ഡെയിലി തന്നെ നമുക്ക് ബാക്കപ്പ് ആയി കിട്ടും. ഇത്രയും സെറ്റിങ്സുകൾ നിങ്ങൾ കൊടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ബാക്കപ്പ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഈ ബാക്കപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഡെയിലി നമ്മൾ ഈ ഒരു സമയമാവുന്ന, എപ്പോഴാണോ നമ്മളത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ ഒരു സമയമാവുന്ന സമയത്ത് തന്നെ ഡെയിലി ബാക്കപ്പ് ഇതുപോലെ നമ്മൾ അറിയാതെ തന്നെ വാട്സപ്പ് തന്നെ ഇതുപോലെ ബാക്കപ്പ് ചെയ്തു തരും. അപ്പോൾ നമ്മളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാറ്റുകൾ ഇനി നമ്മളെ വാട്സപ്പ് ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാലും നമ്മൾ വേറെ ഒരു ഫോണിൽ നമ്മൾ ഈ ജിമെയിൽ ID ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് എങ്കിൽ നമ്മളെ ഡാറ്റകളും നമ്മളെ ചാറ്റുകളൊക്കെ നമുക്ക് അതിലൂടെ കിട്ടും. അപ്പോൾ ആ ഒരു വാട്സപ്പ് ചാറ്റുകൾ നഷ്ടപ്പെട്ടു പോകുന്ന ആ ഒരു വിഷയം നമുക്ക് ഉണ്ടാവില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്തു വെക്കേണ്ട, ഫോണിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്തു വെക്കേണ്ട ഒരു സിമ്പിൾ ട്രിക്കാണ്. എല്ലാവരും ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ബാക്കപ്പ് ചെയ്തു വെക്കുക. കൂടുതൽ ബാക്കപ്പ് ഒക്കെ ഉണ്ട് എങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അത്രയും ടൈം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാറ്റുകളൊക്കെ ബാക്കപ്പിലോട്ട് മാറും. ഇനി നിങ്ങൾക്ക് ചാറ്റുകൾ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള ആ ഒരു വിഷയം വരില്ല. വീഡിയോ യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ, സി യു.